കോഴിക്കോട് മോഷണ കേസ് പ്രതി പിടിയിലായി. മടവൂർ CM വലിയുള്ളാഹി മഖാമിൽ നിന്ന് ഭണ്ഡാരം തകർത്ത് പണം മോഷ്ടിച്ച കേസിലെ പ്രതി PK മുഹമ്മദ് ഹനീഫയാണ് ഇപ്പോൾ പിടിയിലായത്. സമീർ സി മുഹമ്മദ് അപ്ഡേറ്റ് ചെയ്യുന്നു ഈ വാർത്ത കോഴിക്കോട് നിന്ന്. സമീർ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് മടവൂർ CM വലിയുള്ളാഹി മഖാം. അവിടെ നിരവധി പേർ എത്തുന്നു. അവിടെ ആ ഭണ്ഡാരത്തിൽ പണം നിക്ഷേപിക്കാറുമുണ്ട്. അങ്ങനെ അവിടെ വന്നുകൊണ്ടിരുന്നവരിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഇപ്പോൾ അവിടെ മോഷണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മഖാമിന്റെ ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. കുന്നമംഗലം പോലീസാണ് കേസ് അന്വേഷിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ അന്വേഷണം. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ കുന്നുംപുറം സ്വദേശിയായിട്ടുള്ള PK മുഹമ്മദ് ഹനീഫയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1 ലക്ഷത്തോളം രൂപയാണ് അവിടുന്ന് മോഷ്ടിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പ്രാഥമിക തെളിവെടുപ്പിനിടെ 42,000 രൂപ ഈ പ്രതിയിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി തുക കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഏതായാലും CCTV ആണ് അന്വേഷണ സംഘത്തിന് ഏറെ മുതൽക്കൂട്ടായത്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൂടെയാണ് മുഹമ്മദ് ഹനീഫയുടെ അറസ്റ്റ് പോലീസിന് രേഖപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഹലറത്തുൽ ഇങ്ങനെ കിടക്കാണ്. ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത ഷെയ്ഖിനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത ഷെയ്ഖിനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയന്റെ ഒരു മഹാന്റെ ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹ് ഏൽപ്പിച്ചതാണ്. അതൊരു ലോകമാണ്. അപ്പൊ ഹദറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ് ഷെയ്ഖുനാക്കൾ. എന്നിട്ട് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കുന്നു, ഉമ്മുൽ കിതാബിലേക്ക് നോക്കുന്നു. ഉമ്മുൽ കിതാബ് ലൗഹുൽ മഹ്ഫൂദ് ഒന്നാണെന്ന അഭിപ്രായം വേറെയുണ്ട്. രണ്ടിലേക്ക് നോക്കി അതിലുള്ളത് മുഴുവനും പറയാൻ അവർക്ക് കഴിയും. പക്ഷേ അതിൽ നിന്ന് കോടിയിലൊന്ന് നമ്മുടെ മുമ്പിൽ പറഞ്ഞ് അതാണ് നമ്മൾ ഭയങ്കര ആശ്ചര്യമായി തന്നെ നമുക്ക് കാണുന്നത്.